UPSC നടത്തിയ സിവിൽ സർവീസ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശക്തി ദുബെയാണ് ഒന്നാം റാങ്ക് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇത്തവണ ആദ്യ 20 റാങ്കുകളിൽ ഒരു മലയാളി പോലും ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അതേസമയം ആദ്യ 54 റാങ്കുകളിൽ 4 മലയാളികൾ ഇടം പിടിച്ചിരിക്കുന്നു. ഈ പ്രധാനമായും മലയാളിയായ ആൽഫ്രഡ് തോമസ്, പവിത്ര പി, മാളവിക ജി നായർ, സോണറ്റ് ജോസ് എന്നിവരാണ് ആദ്യ 50 റാങ്കുകളിൽ ഇടം പിടിച്ച മലയാളികൾ. 1009 പേരാണ് ഇത്തവണ സിവിൽ സർവീസ് പരീക്ഷയിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിൽ നിന്നായി ജനറൽ വിഭാഗത്തിൽ നിന്നും 335 പേരും, സാമ്പത്തികമായി പിന്നോക്ക വിഭാഗത്തിൽ നിന്നും 109 പേരും, OBC വിഭാഗത്തിൽ നിന്ന് 318 പേരും, SC വിഭാഗത്തിൽ നിന്ന് 160 പേരും, ST വിഭാഗത്തിൽ നിന്നും 87 പേരും ഉൾപ്പെടെയാണ് 1009 പേരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ സിവിൽ സർവീസിലെ തന്നെ IAS വിഭാഗത്തിലേക്കായി 180 പേർക്കായിരിക്കും തെരഞ്ഞെടുത്തിരിക്കുന്നത്. IFS 155 ഒഴിവുകളും, IPS 147 ഒഴിവുകളും, ഗ്രൂപ്പ് A വിഭാഗത്തിലേക്ക് 605 ഒഴിവുകളുമാണ് ഉള്ളത്. ഗ്രൂപ്പ് B സർവീസിലേക്ക് 142 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് സിവിൽ സർവീസ് അവസാനഘട്ട ഇന്റർവ്യൂ അടക്കം പൂർത്തിയാക്കി UPSC പരീക്ഷാഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യ 50 റാങ്കുകളിൽ 4 മലയാളികൾ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. പ്രവിത. ബൽറാം, ഒന്നാം റാങ്ക് നേടിയ ശക്തി ദുബെ ഏത് നാട്ടിൽ നിന്നുള്ളതാണ്, ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ആളാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ? എപ്പോഴാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചത്? പ്രവിത, അല്പസമയം മുമ്പാണ് UPSC ഈ വെബ്സൈറ്റിലൂടെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഇവരുടെ ഓരോരുത്തരുടെയും പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. കൂടുതൽ മലയാളികൾക്ക് ഈ സിവിൽ സർവീസ് IPL കൂടുതൽ മലയാളികൾക്ക് യോഗ്യത നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അവരുടെ പേരുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് വരും ഘട്ടങ്ങളിൽ പുറത്തുവിടാൻ കഴിയും. ആദ്യ 50 റാങ്കുകളിൽ 4 മലയാളികൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ശക്തി ദുബെ ഒന്നാം റാങ്ക് സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ആദ്യ റാങ്കുകാരുടെ വിവരങ്ങൾ അടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാക്കാനാകും. ബൽറാം, ഇനി ഇതിന്റെ പരീക്ഷാ ഫലം പുറത്തു വന്നു. ഇനി അഭിമുഖമാണ് അടുത്ത ഘട്ടം. UPSC സിവിൽ സർവീസസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ശക്തി ദുബൈക്കാണ് ഒന്നാം റാങ്ക് എന്നുള്ള വിവരം വരുന്നു. മലയാളി ആൽഫ്രഡ് തോമസ് 33-ാം റാങ്ക് നേടി. പവിത്ര പി, മാളവിക ജി നായർ, സോണറ്റ് ജോസ് എന്നീ മലയാളികളും ആദ്യ 100 റാങ്കിൽ ഇടം നേടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുണ്ട്. ഈ ആദ്യ 100 റാങ്കിൽ ഇടം നേടിയ മലയാളികൾ അവരാരൊക്കെയാണ്? കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ ബൽറാം? ആദ്യ 50 റാങ്കുകളിൽ ഇടം നേടിയ മലയാളികളുടെ പേര് വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ആൽഫ്രഡ് തോമസ്, പവിത്ര പി, മാളവിക ജി നായർ, സോണറ്റ് ജോസ് എന്നീ 4 പേരാണ് ആദ്യ 50 റാങ്കുകളിൽ ഇടം നേടിയിരിക്കുന്ന മലയാളികൾ. ആദ്യ 20 റാങ്കുകളിൽ ഇത്തവണ ഒരു മലയാളി പോലും ഇടം നേടിയിട്ടില്ല. അതേസമയം നിരവധി പേർ മലയാളികൾ ഇത്തവണയും സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരുടെ കൂടുതൽ പേര് വിവരങ്ങൾ നമുക്ക് വരും അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാനാകും.